നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ചെർപ്പളശ്ശേരിയിലെ ബസ് ഗതാഗത ക്രമീകരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ബി.ജെ.പി. ധർണ നടത്തി. ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ.പി. നന്ദകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി ടൗണിലെ നിലവിലെ ഗതാഗത പരിഷ്കരണം കാരണം ഗ്രാമീണ റൂട്ടുകളിലൂടെയും പാലക്കാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ ബസ്സുകളിലായും ഇവിടെ എത്തുന്നവർ വലിയ പ്രയാസമാണ് നേരിടുന്നതെന്നും പുത്തനാൽക്കൽ സ്റ്റാൻഡിലിറങ്ങി വീണ്ടും പണവും സമയവും ചെലവഴിച്ച് ബസ് കയറിയോ ഓട്ടോ വിളിച്ചോ വേണം ആളുകൾക്ക് വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ആശുപത്രി, നഗരസഭ, കൃഷിഭവൻ, മൃഗാശുപത്രി, ഹൈസ്കൂൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഇഒ ഓഫീസ്, ബാങ്കുകൾ തുടങ്ങി പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്കും എത്തുന്നതിനെന്നും പ്രശ്നപരിഹാരമായി നഗരസഭ വാഗ്ദാനം ചെയ്ത സൗജന്യയാത്ര ബസ് സ്റ്റാൻഡ് ടു ബസ് സ്റ്റാൻഡ് 2 ആഴ്ചയായിട്ടും നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. ടൗണിൽ ധർണ നടത്തിയത്. കച്ചവടം തകർന്നതിനാൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികളും കടുത്ത ദുരിതത്തിലാണ്. പ്രശ്നപരിഹാരത്തിന് മാർഗങ്ങളുണ്ടായിട്ടും അത് പരിഗണിക്കാത്ത നഗരസഭ നിലപാട് തിരുത്തിയേ മതിയാകൂ എന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ഇ.പി. നന്ദകുമാർ പറഞ്ഞു. ഒരു വികസന പദ്ധതിക്ക് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. പക്ഷെ ആ വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചുകൊണ്ടുള്ള വികസനമായി പോയി. ഇവിടെ വികസനം എന്ന് പറഞ്ഞ് ഈ ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പൊളിച്ച ആളുകൾ ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. അതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് പൊളിക്കാൻ ബി.ജെ.പി. അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അനുകൂല നിലപാടെടുത്തത്. നമുക്കറിയാം, ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ച, ഒരു കെട്ടിടം പൊളിച്ച, ഇന്ന് പൊളിച്ച നാളെ ഒന്നും നേരാക്കാൻ പറ്റില്ല. അപ്പൊ പൊളിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഇവരിവിടെ ബസ് വരുന്നത് നിർത്തി. ബസ് തൊട്ടടുത്ത പുത്തനാൽക്കൽ ക്ഷേത്രത്തിന്റെ അവിടെ നിർത്തി. അവിടുന്ന് അങ്ങോട്ട് ആളുകൾ നടക്കണം എന്നാ പറയുന്നത്. നഗരസഭ ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് അറിയാൻ കഴിഞ്ഞു. സൗജന്യമായി, ഇവിടെ നേരത്തെ മുദ്രാവാക്യം വിളിച്ചതനുസരിച്ച് സൗജന്യമായി ആ കാവ് പരിസരത്ത് നിന്ന് ബസ് സ്റ്റാൻഡ് വരെ ഫ്രീ ആയിട്ട് ട്രിപ്പ് ഷട്ടിൽ അടിക്കാന്നാ പറഞ്ഞത്. ബസ് സ്റ്റാൻഡ് ടു ബസ് സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് യാത്രാ സൗകര്യം നടത്താനുള്ള സൗകര്യം ഇവിടെ നഗരസഭ ഒരുക്കുമെന്ന് ഈ ചെർപ്പളശ്ശേരിയിലെ മുഴുവൻ ആളുകളെയും സാന്നിധ്യത്തിൽ ഇവിടുത്തെ നഗരസഭ അധികൃതർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ പി. ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. കാറൽമണ്ണ ഏരിയ പ്രസിഡന്റ് വിപിൻ പുളിങ്ങര അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി കെ. പ്രസാദ്, സംസ്ഥാന കൗൺസിൽ അംഗം കെ. ഹരിദാസ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി. കൃഷ്ണകുമാർ, വിനോദ് കണ്ണാട്ടിൽ, ചെർപ്പളശ്ശേരി ഏരിയ നേതാക്കളായ കെ. രാജീവ്, കെ. മുരളി, കെ. വിനീഷ് എന്നിവർ സംസാരിച്ചു. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ.